മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2025 മാർച്ച് 15 ശനിയാഴ്ച വരെ. അപ്പോൾ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച 3ാം തലമുറ ടാങ്ക് വേധ മിസൈൽ ഏതാണ്? നാഗ് MK2. പൊക്രാൻ ഫയറിംഗ് റേഞ്ചിലാണ് ഈ പരീക്ഷണം നടന്നത്. രണ്ടാമത്തത്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായിരുന്ന നവാസ് സലാം ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടാണ് നിയമിക്കപ്പെട്ടത്? അത് ലബനൻ്റെതാണ്. ലബനൻ. മഹാകുംഭമേളയെ പറ്റിയുള്ള വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി ആരംഭിച്ച FM ചാനലിൻ്റെ പേരെന്താണ്? കുംഭവാണി എന്നാണ്. കുംഭവാണി. ശത്രു ഡ്രോണുകൾ പ്രതിരോധിക്കുവാൻ രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ഏതാണ്? ഭാർഗവാസ്ത്ര എന്നാണ് പേര്. ഭാർഗവാസ്ത്ര. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 55ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ്? അത് ദാവോസ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 55ാമത് ഉച്ചകോടി നടന്നത്. അടുത്തത്, ദേശീയ വോട്ടേഴ്സ് ദിനം എന്നാണ്? ജനുവരി 25 ആണ് ദേശീയ വോട്ടേഴ്സ് ദിനം എന്ന് പറയുന്നത്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥാപക ദിനമാണ് 1950. ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഇത് തന്നെയാണ്. അടുത്ത ചോദ്യം, ഏത് മലയാള സാഹിത്യകാരനാണ് 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയത്? അത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ പോകുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. US പ്രസിഡന്റ് ജോ ബൈഡൻ സർക്കാരിൻ്റെ എത്ര എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പിൻഗാമിയായ ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത്? അത് 78. മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ സർക്കാരിൻ്റെ എത്ര എക്സിക്യൂട്ടീവ് ഉത്തരവാണ് പിൻഗാമിയായ ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത്? അത് 78. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI അധിഷ്ഠിത ഭരണകൂടമാകാൻ പോകുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അടുത്തത്, ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ആരാണ്? അത് ജിതിൻ വിജയനാണ്. ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. എത്രാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷ്കാര പരിഷത്താണ് 2025 ഫെബ്രുവരി 2 മുതൽ 9 വരെ പമ്പ മണൽപ്പുറത്ത് നടന്നത്? 113ാമത്തേതാണ്. എത്രാമത്തെ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനമാണ് 2025 ഫെബ്രുവരി 2 മുതൽ 9 വരെ പാതിര മണൽപ്പുറത്ത് നടന്നത്? 113ാമത്തേതാണ്. അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷം ആറന്മുളയിൽ നടന്നത് ഏതു പേരിലാണ്? സുഗതോത്സവം. സുഗതകുമാരിയുടെ നവതി ആഘോഷമാണ് സുഗതോത്സവം. 2025 ജനുവരി 25 ഏത് നവോത്ഥാന നായകൻ്റെ 75ാം വാർഷിക ദിനം ആചരിച്ചു? ഡോക്ടർ പി പൽപുവിൻ്റെതാണ്. ഡോക്ടർ പി പൽപു. 2025 ജനുവരി 25 75ാം ചരമവാർഷിക ദിനം ഡോക്ടർ പി പൽപു. അടുത്തിടെ അന്തരിച്ച കഥകളിയിലെ ഉടുത്തുംകൊട്ട് രംഗത്ത് പ്രശസ്തനായ വ്യക്തിയാണ്? നമ്പ്യാരത്ത് അപ്പുണ്ണി തരകനാണ് അടുത്തിടെ അന്തരിച്ച കഥകളിയിലെ ഉടുത്തുകെട്ട് രംഗത്ത് പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തി. അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ ഹൃദയശാസ്ത്ര വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ബഹദൂർ സിംഗ് സാഗു. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റാണ് ബഹദൂർ സിംഗ് സാഗു. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം മികച്ച ചിത്രമാണ് ദി ബ്രൂട്ടലിസ്റ്റ്. സംവിധായകനാണ് ബ്രാഡി കോർബറ്റ്. മികച്ച നടനാണ് ഏഡ്രിയൻ ബൂഡ്രി. മികച്ച നടിയാണ് ഫെർണാഡോ ടോറസ്. അപ്പോൾ മ്യൂസിക്. അപ്പോൾ ഈ മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ
കോമഡി മ്യൂസിക്കൽ വിഭാഗത്തിലെ മികച്ച സിനിമ തുടങ്ങിയ പുരസ്കാരങ്ങൾ ഫ്രഞ്ച് സിനിമയായിട്ടുള്ള എമിലിയ പരേസ് സ്വന്തമാക്കി. ഇത്രയും കണ്ടന്റുകളാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.